ചെയ്യുന്നത്. ഓക്കെ, എന്തായിരുന്നു നമ്മൾ ഡിസ്കസ്? ഓക്കെ, നമ്മൾ ഈ സെക്ഷൻ വരെ ഫിനിഷ് ചെയ്തു. ഓക്കെ, ഇതായിരുന്നു ക്വസ്റ്റ്യൻ അല്ലേ. ഡിറ്റർമൈൻ ദി ഇക്വലന്റ് റെസിസ്റ്റൻസ് ആർ എ ബി യൂസിങ് സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അപ്പം നമുക്ക് ഇക്വലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് എ ആൻഡ് ബി അതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്തു? അതിന്റെ സെന്ററിൽ കാണുന്ന സ്റ്റാർ കണക്റ്റഡ് നെറ്റ്വർക്ക് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഡെൽറ്റ. ഓക്കെ, ഇക്വലന്റ് ഡെൽറ്റ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഓക്കെ, അതിനെ റീഡ്രോ ചെയ്തു. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്തു? 2 ഡെൽറ്റ കണക്റ്റഡ് നെറ്റ്വർക്ക്സ് ആണുള്ളത്. ഓക്കെ, then if you're analyzing the circuit, it is clear that there are two branches which are parallel to each other. Okay, these two branches, and these two branches. Okay, so നമുക്ക് എന്ത് ചെയ്യാം? അതിനെ പാരലൽ കോമ്പിനേഷൻ ചെയ്യാം. എന്നിട്ട് അതിനെ കറസ്പോണ്ടിങ് ഇക്വലന്റ് റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് നമുക്ക് കിട്ടിയത് 9 പാരലൽ ടു 1 നമ്മൾ ചെയ്യുകയാണെങ്കിൽ 9 into 1 divided by 9 plus 1 and its value will be equal to 9/10 ohm. Okay, that is the വാല്യൂ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സർക്യൂട്ടിനെ ആ ഒരു റെസിസ്റ്റൻസ് പാരലൽ കണക്റ്റഡ് റെസിസ്റ്റേഴ്സിനെ സോൾവ് ചെയ്തു ഒരു ഈക്വലന്റ് റെസിസ്റ്റൻസ് വാല്യൂ ആക്കി അതിന്റെ വാല്യൂ 9/10 ഒബ്റ്റെയിൻ ചെയ്തു. അത് വെച്ചിട്ട് ഈ ഒരു സർക്യൂട്ടിനെ റീഡ്രോ ചെയ്തു. ഓക്കെ, ഇതുപോലെ റീഡ്രോ ചെയ്ത് വെച്ചു. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ പറഞ്ഞു എന്താണ്? റെസിസ്റ്റർ R1 ആൻഡ് R2 വിച്ച് ആർ കണക്റ്റഡ് ഇൻ സീരീസ് അല്ലേ, എൻഡ് ടു എൻഡ് കണക്ഷൻ ആണ്. സോ ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. സോ എന്ത് ചെയ്യാം? റെസിസ്റ്റേഴ്സ് എന്തൊക്കെയാണ് അവിടെ? 9/10 പ്ലസ് 9/10. 2 റെസിസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ? ആ 2 റെസിസ്റ്റേഴ്സിനെ നമുക്ക് സീരീസ് കണക്റ്റഡ് ആണ്. സോ നമുക്ക് അതിനെ ആഡ് ചെയ്യാം. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഡിനോമിനേറ്റർ സെയിം ആണ്. സോ ഡിനോമിനേറ്ററിൽ 10 തന്നെ വെക്കാം. സോ 18/10. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? 1.8 എഴുതാം. ബട്ട് നമുക്ക് ഇനി ഫർദർ സിംപ്ലിഫൈ ചെയ്യണ്ട, നമുക്ക് ഫൈൻഡ് ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഈ ഒരു സർക്യൂട്ടിനെ ഈ സീരീസ് കോമ്പിനേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റീഡ്രോ ചെയ്യാം. ഓക്കെ, റീഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു സർക്യൂട്ടാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഈ സർക്യൂട്ട് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ക്ലിയർ. എന്താണ്? ദീസ് ടു ബ്രാഞ്ചസ് ആർ പാരലൽ അല്ലേ? ദീസ് ടു ബ്രാഞ്ചസ് ആർ കൺസിഡറിങ് പാരലൽ. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? അഗെയിൻ വി ഹാവ് ടു ഡു ദ പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. ഓക്കെ, സോ 9/10 ആൻഡ് 18/10 ആ രണ്ട് വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യും? പാരലൽ കോമ്പിനേഷൻ ചെയ്യും. ദാറ്റ് ഈസ് 9/10 into 18/10 divided by 9/10 plus 18/10. Now these two are the resistances of two parallel branches. Okay, that is equal to what? Finally we will obtain 0.6 ohm. Okay, ഇത് ചെയ്ത് നോക്കിയാൽ മതി. 9/10 into 18/10 divided by 9/10 plus 18/10. Okay, its value will be equal to 0.6 ohm. Okay, so finally we will go to what? This is the point A, this is the point B, and resistor R equivalent equal to 0.6 ohm. This is the final answer. Okay, this is the final answer. Clear ആണോ? നമ്മൾ എന്താണ് ചെയ്തത്? ആ ഒരു സർക്യൂട്ടിനെ ഫസ്റ്റ് അനലൈസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു സ്റ്റാർ കണക്റ്റഡ് നെറ്റ്വർക്ക് കാണാൻ പറ്റി. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ഡെൽറ്റ കണക്റ്റഡ് നെറ്റ്വർക്ക് ആക്കി കൺവേർട്ട് ചെയ്തു. ഓക്കെ, അങ്ങനെ കൺവേർട്ട് ചെയ്തപ്പോൾ 2 പാരലൽ ബ്രാഞ്ചസ് കിട്ടി. അതിനെ വീണ്ടും സോൾവ് ചെയ്തു. അതിനെ റീഡ്രോ ചെയ്തപ്പോൾ നമുക്ക് അഗെയിൻ 2 സീരീസ് റെസിസ്റ്റേഴ്സ് കണ്ടു. അതിനെ നമ്മൾ വീണ്ടും സോൾവ് ചെയ്തു. ഫൈനലി നമുക്ക് ഒരു 2 പാരലൽ ബ്രാഞ്ചസ് അഗെയിൻ ഒബ്റ്റെയിൻ ചെയ്തു. ഓക്കെ, അതിനെയും സോൾവ് ചെയ്തപ്പോൾ ഫൈനലി വി വിൽ ഗെറ്റ് ആൻ ഇക്വലന്റ് റെസിസ്റ്റൻസ് വാല്യൂ ഓഫ് 0.6 ohm. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണോ? ഇതിപ്പോ ഒരു എക്സാമ്പിൾ മാത്രമാണ്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഡിഫറെന്റ് എക്സാമ്പിൾസ് ട്രൈ ചെയ്യണം. കുറേ എക്സാമ്പിൾസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ഓക്കെ വൺസ് മോർ എക്സ്പ്ലെയിൻ ചെയ്യണോ? ഓക്കെ, സോ ഒന്നുകൂടി ശ്രദ്ധിക്കുക. Okay, this is the question. Okay, determine the equivalent resistance RAB using star delta transformation. Okay, this is the question. So we have to find the equivalent resistance between these two points A and B. അതാണ് question. First of all എന്ത് ചെയ്തു? ഈ തന്നിരിക്കുന്ന സർക്യൂട്ടിനെ ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ,
അനലൈസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദർ ഈസ് എ ഡെൽറ്റ കണക്ഷൻ ആൻഡ് സ്റ്റാർ കണക്ഷൻ അല്ലേ. 1 ohm 1 ohm 1 ohm എന്ന് പറഞ്ഞ 3 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നത് ഡെൽറ്റ ഫോമിലാണ്. 3 ohm 3 ohm 3 ohm ഓക്കെ 3 ohm റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നത് സ്റ്റാർ ആണ്. 1 second. Okay. Uh, can you hear me? നോയ്സ് ഉണ്ടോ? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ഓക്കെ ദെൻ സോ ഇവിടെ എന്താ സീരീസ് കണക്റ്റഡ് സ്റ്റാർ കണക്റ്റഡ് നെറ്റ്വർക്കും ഉണ്ട്, ഡെൽറ്റ കണക്റ്റഡ് നെറ്റ്വർക്കും ഉണ്ട്. സോ ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിൽ സ്റ്റാർ ഓർ ഡെൽറ്റ ഏത് കൺവേർഷൻ കൊടുത്താലാണ് ഈ ഒരു സർക്യൂട്ടിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമുക്ക് അനലൈസ് ചെയ്താൽ മനസ്സിലാവും ഈ ഒരു ഡെൽറ്റ അതിനെ നമ്മൾ സ്റ്റാർ ആക്കുകയാണെങ്കിൽ വീണ്ടും ഈ സർക്യൂട്ട് കുറച്ചുകൂടി മോർ കോംപ്ലിക്കേറ്റഡ് ആകുകയാണ് ചെയ്യുക. സോ എന്ത് ചെയ്യുക, ഇതിന്റെ സെന്ററിലുള്ള ഈ ഒരു സ്റ്റാർ കണക്റ്റഡ് നെറ്റ്വർക്കിനെ ഡെൽറ്റ കണക്റ്റഡ് നെറ്റ്വർക്ക് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഡെൽറ്റ കണക്റ്റഡ് നെറ്റ്വർക്ക് ആക്കി കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സമയത്ത് നമ്മൾ ഈ സ്റ്റാർ കണക്റ്റഡ് നെറ്റ്വർക്ക് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യും, റീഡ്രോ ചെയ്ത് വെക്കുക. ആ സ്റ്റാർ കണക്റ്റഡ് നെറ്റ്വർക്കിനെ മാത്രം റീഡ്രോ ചെയ്ത് വെക്കുക. ഓക്കെ, അങ്ങനെ റീഡ്രോ ചെയ്ത് വെച്ചു. അതിന്റെ കറസ്പോണ്ടിങ് ഡെൽറ്റ നെറ്റ്വർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, ബൈ യൂസിങ് സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ്. ഓക്കെ, ഹിയർ എളുപ്പമാണ്. എന്തുകൊണ്ടാണ്, എല്ലാ റെസിസ്റ്റേഴ്സും സെയിം വാല്യൂ ആണ്. 3 ohm 3 ohm 3 ohm ആണ്. ഓക്കെ, സോ ആർ എ ഈസ് ഈക്വൽ ടു 3 × 3 + 3 × 3 + 3 × 3 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, ഇവിടെ എല്ലാ റെസിസ്റ്റൻസ് വാല്യൂസും സെയിം ആയതുകൊണ്ട് സിമ്പിൾ ആണ്. ഓക്കെ, സോ ആർ എ ഈസ് ഈക്വൽ ടു നമുക്ക് ഡയറക്ട്ലി ആ വാല്യൂ 9 ohm കിട്ടി. ഓക്കെ, ആർ എ 9 ohm ആണെങ്കിൽ ആർ ബി ഈസ് ഈക്വൽ ടു ആർ സി ഈസ് ഈക്വൽ ടു ഓൾസോ 9 ohm. ഓക്കെ, എല്ലാ വാല്യൂസും സെയിം ആയിരിക്കും ബിക്കോസ് എല്ലാ റെസിസ്റ്റൻസ് വാല്യൂസും സെയിം ആണ്. സോ ആർ ഈസ് ഈക്വൽ ടു ആർ ബി ഈസ് ഈക്വൽ ടു ആർ സി ഈസ് ഈക്വൽ ടു 9 ohm. ഓക്കെ, അപ്പോൾ 3 റെസിസ്റ്റൻസ് വാല്യൂസും കിട്ടിയാൽ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ഡെൽറ്റ ഫോം ഇതുപോലെ വരക്കാം. ഓക്കെ, അതാണ് ഇവിടെ വരച്ചു കാണിച്ചിരിക്കുന്നത്. ഡെൽറ്റ ഫോം എന്ത് ചെയ്തു, അതിന്റെ കറസ്പോണ്ടിങ് ഡെൽറ്റ ഫോം മാറ്റി വരച്ചു. ഇനി ഡെൽറ്റ ഫോമിലേക്ക് വരച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് ചെയ്യുക, അവിടെ സെപ്പറേറ്റ് എടുത്ത് വെച്ച് വരച്ച ഡെൽറ്റയെ നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗറിലേക്ക് ആഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഫിഗറിൽ സ്റ്റാർ ഉണ്ടായിരുന്ന പോർഷൻ, ഓക്കെ, ഇവിടെ സ്റ്റാർ ഉണ്ടായിരുന്ന ഈ പോർഷനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്ത് ഡെൽറ്റ ആക്കി കൺവേർട്ട് ചെയ്തത്. സോ ഈ സ്റ്റാറിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് ദിസ് സ്റ്റാർ നെറ്റ്വർക്ക് വി ഹാവ് ടു ആഡ് ദ കറസ്പോണ്ടിങ് ഡെൽറ്റ നെറ്റ്വർക്ക് ഹിയർ. ഓക്കെ, അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ ഡ്രോ ചെയ്തതാണ് ഈ ഒരു ഫിഗർ. സ്റ്റാറിനെ ചേഞ്ച് ചെയ്തു ഡെൽറ്റ ആക്കി കൺവേർട്ട് ചെയ്ത ഫിഗർ ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇനി ഇതിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നോക്കുക എങ്ങനെയൊക്കെ സിംപ്ലിഫൈ ചെയ്യാം. ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ 1 ohm ആൻഡ് 9 ohm റെസിസ്റ്റൻസ് വരുന്ന 2 ബ്രാഞ്ചസ് പാരലൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ,
Hello, can you hear now? Hello? Okay. ഇപ്പോൾ നോയ്സ് ഇല്ലല്ലോ? ഓക്കെ. സോ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? ഈ ഒരു നെറ്റ്വർക്കിനെ നമ്മൾ ഇതുപോലെ റീഡ്രോ ചെയ്തു അല്ലെ. സെന്ററിലുള്ള സ്റ്റാർ കണക്റ്റഡ് നെറ്റ്വർക്കിനെ ചേഞ്ച് ചെയ്തു, ഡെൽറ്റ കണക്റ്റഡ് ആക്കി നമ്മൾ സർക്യൂട്ട് റീഡ്രോ ചെയ്തു. ഓക്കെ. നെക്സ്റ്റ് പാരലൽ കോമ്പിനേഷൻസ് അനലൈസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ 1 ohm ആൻഡ് 9 ohm എന്ന് പറയുന്നത് പാരലൽ കോമ്പിനേഷൻ ആണ്. അതുപോലെ 3 സെക്ഷൻസിൽ വരുന്നുണ്ട് അല്ലേ? ഇവിടെ വരുന്നുണ്ട്. നെക്സ്റ്റ് ഓക്കെ, ഐ വിൽ ഷോ ഇറ്റ്. ഓക്കെ, ഇവിടെ ഒരു പാരലൽ കോമ്പിനേഷൻ വരുന്നുണ്ട്. ഹിയർ ഓൾസോ അനദർ പാരലൽ, ഹിയർ ഓൾസോ അനദർ പാരലൽ കോമ്പിനേഷൻ വരുന്നുണ്ട്. ഓക്കെ, സോ ഹിയർ എന്ത് ചെയ്യും? നമ്മൾ ആ ഓരോ പാരലൽ കോമ്പിനേഷനും സോൾവ് ചെയ്യും. ആൻഡ് വി വിൽ ഗെറ്റ് ദ വാല്യൂ ഇസ് 9/10. എല്ലാം സെയിം ആണ് അല്ലേ? എല്ലാ ബ്രാഞ്ചസിലും 9 ohm ആൻഡ് 1 ohm ആണ്. അപ്പൊ അതിനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് 9/10 ohm. ഓക്കെ, സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ എന്ത് ചെയ്യാം? ആ പാരലൽ കോമ്പിനേഷന് അതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനെ വീണ്ടും റീഡ്രോ ചെയ്യാം. ഓക്കെ, ബൈ യൂസിങ് ദ ജസ്റ്റ് കാൽക്കുലേറ്റഡ് ഇക്വലന്റ് റെസിസ്റ്റൻസ്. ഇപ്പൊ 9/10 ആണ് കിട്ടിയത്. അത് വെച്ചിട്ട് എന്ത് ചെയ്യാം? ഈ സർക്യൂട്ടിനെ എഗെയിൻ റീഡ്രോ ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് കാണുവാണെങ്കിൽ ഒരു ഡെൽറ്റ നെറ്റ്വർക്ക് മാത്രമേ ഉള്ളൂ, വിച്ച് ഹാസ് എ റെസിസ്റ്റൻസ് വാല്യൂ ഓഫ് 9/10 ഈച്ച്. ഓക്കെ, 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്. ആൻഡ് ദെൻ എഗെയിൻ അനലൈസ് ദ സർക്യൂട്ട്. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? ഇതിനെ സിംപ്ലിഫൈ ചെയ്തു. ഫൈനലി എ ആൻഡ് ബി 2 പോയിന്റ്സിന് അക്രോസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് വാല്യൂ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. Okay, so then again analyze here, then we can see that the resistor R1 and R2 which are connected in series. Okay, so solving these, that adding these two resistors R1 and R2, so we will get 9/10 plus 9/10 is equal to 18/10. Okay, അതിനെ വീണ്ടും റീഡ്രോ ചെയ്യാം. ഓക്കെ, അങ്ങനെ സീരീസ് കോമ്പിനേഷൻ കൺസിഡർ ചെയ്തിട്ട് ഇക്വലന്റ് റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തു, again redraw the circuit. Okay, then we will get a circuit like this. Okay, this is the circuit. സോ ഹിയർ ഇറ്റ് ഇസ് സിമ്പിൾ അല്ലേ? സിംപിളർ സർക്യൂട്ട് ആണ്. രണ്ട് റെസിസ്റ്റേഴ്സിന്റെയും സ്റ്റാർട്ടിംഗ് എൻഡും എൻഡിങ് എൻഡും സിമിലർ പോയിന്റ്സ് ആണ്. സോ ദേ ആർ കണക്റ്റഡ് ഇൻ പാരലൽ. ഓക്കെ, എഗെയിൻ ഇവിടെ പാരലൽ കോമ്പിനേഷൻ അപ്ലൈ ചെയ്യുക, കറസ്പോണ്ടിങ് ഇക്വലന്റ് റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ആ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വൺ റെസിസ്റ്റൻസ് വാല്യൂ എന്താണ്? 9/10 ആണ്, അനദറിൻ്റെത് 18/10 ആണ്. സോ എന്ത് ചെയ്യാം? നമുക്ക് പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ R equivalent is equal to what? If two resistors are there, then R equivalent equal to R1 into R2 divided by R1 plus R2. Okay, this is the equation. ആ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തത്. ഞാൻ ഇവിടെ R1 ആയിട്ട് 9/10 യൂസ് ചെയ്തു, R2 ആയിട്ട് 18/10 യൂസ് ചെയ്തു. ഓക്കെ, ഇതിനെ നിങ്ങൾ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ദ ആൻസർ വിൽ ബി 0.6 ohm. ഓക്കെ, ദാറ്റ് ഈസ് ദ ഇക്വലന്റ് റെസിസ്റ്റൻസ്. സോ നമ്മൾ ആ ഒരു കോംപ്ലക്സ് സർക്യൂട്ടിനെ സിംപ്ലിഫൈ ചെയ്തു. ഫൈനലി between the 2 points A and B, we have only one resistance value. Okay, and its value will be equal to 0.6 ohm. That is the equivalent resistance between the points A and B. That is RAB is equal to 0.6 ohm. Okay, ഇപ്പൊ ക്ലിയർ ആണോ? നിഹാരികക്ക് ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യും. അപ്പൊ നിങ്ങൾ ഒന്നുകൂടി അതെടുത്ത് നോക്കാം. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. നമ്മൾ ഇതുപോലത്തെ കുറേ എക്സാമ്പിൾസ് ട്രൈ ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിരിക്കുന്ന നോട്ട്സിൽ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അതുകൂടാതെ ടെക്സ്റ്റ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ കുറേ എക്സാമ്പിൾസ് ചെയ്ത് പഠിച്ചാലേ നമുക്ക് ഇപ്പൊ ഏത് സർക്യൂട്ട് വന്നാലും ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആക്ച്വലി ഇത് ആ ഒരു ലോജിക്ക് വെച്ച് ആ ഒരു കോൺസെപ്റ്റ്, ഓക്കെ, സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ ഒക്കെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അപ്രോച്ച് നീറ്റായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ എന്തായാലും കറക്റ്റ് ആൻസർ കിട്ടും. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓരോ പോയിന്റിലും നമ്മൾ ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോഴും അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം? വി ഷുഡ് റീഡ്രോ ദാറ്റ് സർക്യൂട്ട്, ഓക്കെ, വിത്ത് ജസ്റ്റ് കാൽക്കുലേറ്റഡ് ഇക്വലന്റ് റെസിസ്റ്റൻസ്. അത് ഓർക്ക്. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ആ സർക്യൂട്ടിനെ സിംപ്ലിഫൈ ചെയ്ത് വരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് കുറച്ച് എക്സാമ്പിൾസ് ട്രൈ ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് തരാം. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഈ ഒരു ക്വസ്റ്റ്യൻ
ക്വസ്റ്റ്യൻ ഒന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്തു നോക്കുക. കാരണം ഞാൻ മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ആ പറയുന്ന സമയത്ത് ക്ലിയർ ആവും. ബട്ട് നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കാതെ നിങ്ങൾക്ക് അത് കോൺസെപ്റ്റ് മനസ്സിലാവില്ല. മനസ്സിലായി തന്നെ അത് ഒന്ന് പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങൾക്ക് അത് ഓക്കെ ആവില്ല. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് എഴുതിയെടുക്കുക, എന്നിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ മസ്റ്റായിട്ട് അതിൻ്റെ ആൻസർ ചോദിക്കും. ചോദിക്കുന്ന ആൾ അതിൻ്റെ ആൻസർ പറയണം. ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. Okay, so please write down this question. Determine the circuit drawn from the supply using star delta conversion. Okay, and the circuit is this. There is a 10-volt voltage source and there are 5 resistors are connected, which is a combination of 2 delta networks. അല്ലേ, മുകളിലും താഴെ എന്താ 2 delta networks കാണാൻ പറ്റും. And the resistance values is 12 ohm, 18 ohm, 18 ohm and 12 ohm, and middle there is a 6 ohm. Okay, this is the question. So please write down this question and try to solve. Homework ആയിട്ട് ചെയ്തു നോക്കുക, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, എല്ലാവരും മസ്റ്റ് ആയിട്ട് ചെയ്തു നോക്കുക. കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്തോ? എഴുതിയെടുത്തോ? ഹലോ, am I audible? ഹലോ, യെസ്. ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്തോ? ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ? ഓക്കെ, സോ do it as a homework. ഫസ്റ്റ് ഒരു ക്ലൂ തരാം. ഇവിടെ നോക്കിയാൽ നമുക്ക് ഈ സർക്യൂട്ട് അനലൈസ് ചെയ്താൽ നമുക്ക് 2 ഡെൽറ്റ നെറ്റ്വർക്ക്സ് കാണാൻ പറ്റും അല്ലേ. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു കൺവേർട്ട് ദ ഫസ്റ്റ് ഡെൽറ്റ നെറ്റ്വർക്ക് ഇൻ ടു സ്റ്റാർ. ഈ അപ്പറിൽ കാണുന്ന ഈ ഡെൽറ്റ നെറ്റ്വർക്കിനെ സ്റ്റാർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സർക്യൂട്ട് റീഡ്രോ ചെയ്ത്, ഓക്കെ, ഈ അപ്പറിൽ കാണുന്ന ഈ ഒരു ഡെൽറ്റ നെറ്റ്വർക്കിനെ സ്റ്റാർ ആക്കി കൺവേർട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് ആ സർക്യൂട്ട് റീഡ്രോ ചെയ്യുക. ദെൻ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് വരിക. ഓക്കെ, ആ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, so next we are going to discuss about another important topic in our syllabus, that is methods of analyzing electrical circuits. Okay, methods of analyzing electrical circuits.
Okay, in our syllabus we have to discuss two methods, that is mesh current method or mesh analysis and node voltage method or nodal analysis. Okay, these are the two methods for analyzing electrical circuits. Okay, very important section ആണ് mesh current method or mesh analysis and node voltage method or nodal analysis. First module ആണ് നിങ്ങൾക്ക് ഒരു നല്ല പോർഷൻ ഓഫ് മാർക്ക് ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒന്നായിരിക്കും മെഷ് അനാലിസിസ് അല്ലെങ്കിൽ നോഡൽ അനാലിസിസ് യൂസ് ചെയ്തിട്ട് സർക്യൂട്ട് സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതിലേതെങ്കിലും ഒന്ന് മസ്റ്റായിട്ട് ചോദിക്കും. അതിനതുപോലെ 8ഓ 10ഓ അങ്ങനെ നല്ലൊരു മാർക്കും ഉണ്ടാവും. ഓക്കെ, സിമ്പിൾ ആണ്. സിമ്പിൾ മീൻസ് ആ ഒരു ലോജിക്ക് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ സിമ്പിൾ ആണ്. സോ അത് നീറ്റായിട്ട് പഠിക്കുക. പിന്നെ കുറേ എക്സാമ്പിൾസും ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ സ്കോർ. ഓക്കെ, ഷുവറായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് മെഷ് അനാലിസിസ് ഓർ നോഡൽ അനാലിസിസ്. ഓക്കെ, so first we can discuss about mesh current method. Okay, first method ആണ് mesh current method. So mesh current analysis is a technique used to find the currents circulating around a loop or mesh within any closed path of a circuit. That is mesh current method or mesh analysis. Mesh current analysis is a technique used to find the current circulating around a loop or mesh within any closed path of a circuit. Okay, mesh is a closed loop which doesn't contain any another loops within it. Okay, that is a mesh. Okay, all meshes are loops, but all loops are not meshes because mesh is a closed loop which doesn't contain another loop within it. അതാണ് mesh. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മുന്നേ ഒരു സർക്യൂട്ട് അനലോഗി ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യും. ഒരു നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങിയ ഒരു ഫിഗർ ഇല്ലേ, ഇതൊന്ന് കൺസിഡർ ചെയ്യാം. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ലൂപ്സ് കാണാം? ഈ സർക്യൂട്ട് ഒന്ന് അനലൈസ് ചെയ്തിട്ട് പറഞ്ഞാൽ എത്ര ലൂപ്പ് ഉണ്ട്? How many loops are there in the circuit? എന്തായിരുന്നു ലൂപ്പ്? Okay, good. 3, അല്ലേ? 3 loops ഉണ്ട്. Loops are closed path in the network. Okay, here this is one loop, this is another loop, and this is another loop, third loop. All together is also a loop. Okay, so loop നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണ്. Okay, what is mesh? Mesh എന്ന് പറഞ്ഞാൽ എന്താണ്? Mesh is a loop which doesn't contain any another loop. That is mesh. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ എത്ര മെഷ് അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്? എത്ര മെഷസ് ഉണ്ട് ഇവിടെ? യെസ്, ഗുഡ്, 2 meshes അല്ലേ? സോ ദിസ് ഇസ് എ മെഷ്, ദാറ്റ് ഈസ് മെഷ് 1. One second, this is mesh 1 and this is mesh 2. Okay, what about this? Is this a mesh? ഈ ഓൾ ടുഗദർ ഉള്ള ഈ ഒരു സർക്യൂട്ട് ഒരു മെഷ് ആണോ? മെഷ് അല്ല അല്ലേ? എന്തുകൊണ്ടാ? ഈ ഓൾ ടുഗദർ പറയുന്ന ഇത് എന്താണ്, ഒരു മെഷ് അല്ല, ബിക്കോസ് ദർ ഈസ് അനദർ 2 ലൂപ്സ് വിത്തിൻ ഇറ്റ്. ഓക്കെ, മെഷ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ലൂപ്പ് വിച്ച് ഡസന്റ് കണ്ടെയ്ൻ എനി അനദർ ലൂപ്പ്. ഓക്കെ, അപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ലൂപ്സ് ആണ് എന്ത്, മെഷ്. ഓക്കെ, അപ്പം എല്ലാ ലൂപ്പുകളും മെഷസ് അല്ല, ബട്ട് എല്ലാ മെഷും ലൂപ്പാണ്, ബട്ട് എല്ലാ ലൂപ്പുകളും മെഷ് അല്ല. ഓക്കെ, അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി അല്ലേ? ആ ഒരു ലൂപ്പ് എന്താ, മെഷ് എന്താ, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഇൻ ദിസ് സർക്യൂട്ട് വി ക്യാൻ സേ ദർ ആർ 3 ലൂപ്സ് ആൻഡ് ഓൺലി 2 meshes. ഓക്കെ, ദാറ്റ് ഈസ് മെഷ്. സോ ഒരു മെഷിന്റെ കോൺസെപ്റ്റ് മനസ്സിലായി. ഓക്കെ, ഇനി വൺസ് അഗെയിൻ ഈ ഒരു പോയിന്റ്സ് നോക്കിയേ. Mesh current analysis is a technique used to find the current circulating around a loop or mesh within any closed path of a circuit. And mesh is a closed loop which doesn't contain any another loop within it. Okay, and another important point is in mesh analysis we are doing KVL plus Ohm's law. Okay, that is another point. Mesh analysis നമ്മൾ ചെയ്യുന്നത് KVL plus Ohm's law ആണ് നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നത്.
മെഷ് അനാലിസിസ് സോൾവ് ചെയ്യുന്ന സമയത്ത് വി ആർ യൂസിങ് KVL പ്ലസ് ഓംസ് ലോ. ഓക്കെ, അപ്പൊ ഇത്ര വരെ ക്ലിയർ അല്ലേ? എന്താണ് മെഷ് അനാലിസിസ്, എന്താണ് മെഷ്, ആൻഡ് മെഷ് അനാലിസിസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് KVL പ്ലസ് ഓംസ് ലോ ആണ്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? Is it clear? Hello? Please respond. ഇത് ക്ലിയർ ആയിട്ടില്ലേ? Okay. Next, mesh analysis ചെയ്യുന്ന സമയത്ത് we have to follow some procedures. Okay, ഒരു systematic order follow ചെയ്തിട്ട് mesh analysis ചെയ്യുന്നത്. Okay, there are mainly 5 steps in the procedure. The first one is identify all the meshes in the given circuit. Okay, that is the first step. We have to identify all the meshes in the given circuit. Okay, already നിങ്ങൾക്ക് സർക്യൂട്ട് നിങ്ങൾക്ക് തരും. ഒരു സർക്യൂട്ടിൽ എന്താ പറയും, എന്തെങ്കിലും ഒരു ഡെഫിനറ്റ് ആയിട്ടൊരു വാല്യൂ, യു ഹാവ് ടു ഫൈൻഡ് ദ കറണ്ട് ത്രൂ റെസിസ്റ്റർ R1 ഓർ യു ഹാവ് ടു ഫൈൻഡ് ദ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ R2, എന്തെങ്കിലും ഒരു സ്പെസിഫിക് പോയിന്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സർക്യൂട്ട് തരും. അപ്പൊ അത് ബൈ യൂസിങ് മെഷ് അനാലിസിസ് ആണെങ്കിൽ ഫസ്റ്റ് എന്ത് വേണം, വി ഹാവ് ടു ഐഡന്റിഫൈ ദ ഓൾ മെഷസ് ഇൻ ദാറ്റ് സർക്യൂട്ട്. അതാണ് ഫസ്റ്റ് പോയിന്റ്. എത്രയൊക്കെ മെഷസ് ഉണ്ട് അത് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് 2, assign mesh currents as I1, I2, I3, etc. in clockwise direction. Okay, that is a second step. Assign mesh currents I1, I2, I3, etc. to IN in the clockwise direction. Okay. So if there are 3 meshes are there, then there are 3 mesh currents will be there. Okay, that's our order. Okay, 2 meshes have to assign mesh current I1 and I2 in the direction of in the clockwise direction. Okay, ആ രീതിയിലാണ് മാർക്ക് ചെയ്യുക. That is the second point. If there are 3 meshes are there, so you have to assign I1, I2 and I3 mesh currents in clockwise direction. Okay, അപ്പോൾ എത്ര meshes ഉണ്ടോ അത്രയും currents എന്ത് ചെയ്യുക, clockwise direction മാർക്ക് ചെയ്യുക. Okay, and next step 3, write KVL equation for each mesh. Okay, after assigning mesh currents, we have to write KVL equation for each mesh. Okay, that is the step 3. ഓരോ മെഷിനും എന്ത് ചെയ്യുക, KVL equation write ചെയ്യുക. Okay, and step 4 is solve KVL equations to obtain I1, I2, I3, etc. Okay, അപ്പൊ നമ്മൾ അസൈൻ ചെയ്യുകയാണ് അല്ലെ, ഓരോ മെഷിലും I1, I2, I3 കറൻസ്, മെഷ് കറൻസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നമ്മൾ എടുക്കുകയാണ്. ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ എടുത്തിട്ട്, അതാണ് കൺവെൻഷണൽ എടുക്കുന്ന ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പൊ അതിലെടുത്തിട്ട് നമ്മൾ ചെയ്യാണ്. ദെൻ അതിൽ KVL ഇക്വേഷൻസ് അപ്ലൈ ചെയ്തു. എന്നിട്ട് ഫൈനലി എന്ത് ചെയ്യും, ആ KVL ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് I1, I2, I3 വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, ദെൻ ഫൈനലി the step 5 is find unknown parameter in the circuit using Ohm's law or any other relevant equation. Okay, that is the final step. Find the unknown parameter in the circuit using Ohm's law or any other relevant equation. Okay, the question is specific ആയിട്ട് ഒരു unknown parameter find out ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. Okay, അപ്പോൾ ഈ procedures ഒക്കെ follow ചെയ്തു finally we are obtaining the values for I1, I2 and I3. Then we have to find the unknown parameter by using any relevant equations. Okay, mostly നമ്മൾ Ohm's law ആയിരിക്കും യൂസ് ചെയ്യുക. Okay, this is a procedure for mesh analysis. Okay, first step എന്താണ്, first we have to identify all the meshes in the given circuit, then assign mesh currents as I1, I2, I3, etc. in clockwise direction, and write KVL equation for each mesh, and then solve the KVL equations to obtain I1, I2, I3, etc. And then finally find the unknown parameter in the circuit using Ohm's law or any other relevant equations. Okay, this is the systematic procedure for doing mesh analysis. Okay, അപ്പോൾ ഇത് keep it in mind. So ഈ ഒരു സ്റ്റെപ്പ് വൈസ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, മെഷ് അനാലിസിസ് ചെയ്യാം, ഒരു സർക്യൂട്ട് സോൾവ് ചെയ്യാം ബൈ യൂസിങ് മെഷ് അനാലിസിസ്. ഓക്കെ, ഈ പ്രൊസീജിയർ ക്ലിയർ ആണോ?
പ്രൊസീജിയർ ക്ലിയർ ആണോ? നിഹാരിക ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ. വാട്ട് അബൌട്ട് ഓതേഴ്സ്? എല്ലാവർക്കും ക്ലിയർ ആണോ? രജത് ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ. അപ്പൊ ഈ പോയിന്റ്സ് ഒന്ന് എഴുതിയെടുക്കാം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ പോയിന്റ്സ് ഒന്ന് വേഗം എഴുതിയെടുക്കാം. പ്രൊസീജിയർ ഫോർ മെഷ് അനാലിസിസ്, ഈ 5 സ്റ്റെപ്സ് ഒന്ന് വേഗം എഴുതിയെടുക്കാം. ഓക്കെ, ഈ പോയിന്റ്സ് എന്തായാലും മൈൻഡിൽ വെക്കുക. നമുക്ക് ഇതിങ്ങനെ പോയിന്റ്സ് മാത്രം നോക്കിയത് കൊണ്ട് ക്ലിയർ ആവില്ല, ഒരു ന്യൂമറിക്കൽ ചെയ്ത് നോക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കൊരു ന്യൂമറിക്കൽ ചെയ്ത് നോക്കാം. മെഷ് അനാലിസിസ് യൂസ് ചെയ്തിട്ട് ഒരു സർക്യൂട്ട് സോൾവ് ചെയ്യുന്നത് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ഇവിടെയും നിങ്ങൾ കുറേ എക്സാമ്പിൾസ് ചെയ്ത് നോക്കുക, എന്നാലേ നിങ്ങൾക്കത് എന്ത് സർക്യൂട്ട് വന്നാലും എളുപ്പത്തിൽ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിനും ഞാൻ നോട്ടിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത നോട്ടിൽ കുറേ എക്സാമ്പിൾസ് ഉണ്ട്, എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇത് കംപ്ലീറ്റ് ചെയ്താൽ ഒന്ന് പറയണേ. ഓക്കെ, അപ്പം മെഷ് അനാലിസിസ് യൂസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഒരു സർക്യൂട്ട് എങ്ങനെ ബൈ യൂസിങ് മെഷ് അനാലിസിസ് നമുക്കതിനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നമുക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്യാം. അപ്പം അത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആവും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ.